أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. തജ്വീദിൻ്റെ ഈ ഭാഗത്തിൽ സൂറ അൽ അലഖ് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളുടെ രീതിയിൽ പറയണം. ഇഖ്റ, ഖാഫിന് സുക്കൂന്, അത് കൽക്കലിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ടാണ് ചുവപ്പ് കളർ കൊടുത്തത്. അവിടെ നമ്മൾ തറപ്പിച്ച് വേണം പറയാൻ. ഇഖ്റ ബിസ്മി റബ്ബിക, റ ശ്രദ്ധിക്കുക. റബ്ബികല്ലദീ ഖലഖ്, ഖ ഉച്ചരിക്കുമ്പോൾ ഇസ്തിലാഹിൻ്റെ അക്ഷരം ഖ് എന്നുള്ളത് തറപ്പിച്ച് പറയണം, റൂഫെ കൽക്കലയാണ്. ഖലഖൽ ഇൻസാന, ഖ അതുപോലെ ഖ രണ്ടും നമ്മൾ ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്, ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളാണ്. ഇൻസാന നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചോതുക. മിൻ അലഖ്, അവിടെയും ഈ നൂനിനെ നമ്മൾ വ്യക്തമാക്കി പറയണം, കാരണം നൂനിന് ശേഷം വരുന്നത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അലഖ് എന്നുള്ളത് തറപ്പിച്ച് പറയുക. ഇഖ്റ, അവിടെയും ഖാഫ് തറപ്പിച്ച് പറയുക. വറബ്ബുകൽ, റ ശ്രദ്ധിക്കുക. അക്റം, അവിടെ രണ്ട് സുക്കൂനുള്ള അക്ഷരവും കൽക്കലൻ്റെ അക്ഷരങ്ങളല്ല, അതുകൊണ്ട് നമ്മൾ തറപ്പിച്ചൊന്നും പറയരുത്. അക്റം വളരെ പെട്ടെന്ന് പറയാം, തെറിപ്പിച്ചോത്. അല്ലദീ അല്ലമ ബിൽ ഖലം, ഖലം ഖാഫ് ഇസ്തിലാഹിൻ്റെ അക്ഷരമാണ്. അല്ലമൽ ഇൻസാന, അവിടെ നൂനിനെ വ്യക്തമാക്കാതെ മണിച്ച് വേണം ഓതാൻ. മാലം യഅലം, അവിടെ സുക്കൂനുകളൊക്കെ നമ്മൾ പെട്ടെന്ന് പറയണം, തറപ്പിച്ച് പറയാൻ പാടില്ല. കല്ല ഇന്ന, കല്ല എന്നുള്ളത് ലാമിൻ്റെ ഒപ്പം അലിഫ് ഉറൂഫുൽ മദ്ദയാണ്, നീട്ടാനുള്ള അക്ഷരമാണ്. അതിന് ശേഷം രണ്ട് വാക്കിലായിട്ട് പിന്നെ അടുത്തത് അലിഫാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അവിടെ ചെറിയ മദ്ദാണ്, മദ്ദുൽ മുൻഫസിലാണ് വരുന്നത്, അവിടെ നീട്ടി ഓതണം. അൻ പ്ലസ് റ, അവിടെ നൂനിന് ശേഷം വരുന്നത് ലാമു റാവും വരുമ്പോൾ നമുക്കറിയാം അവിടെ നൂനിനെ ഉച്ചരിക്കാൻ പാടില്ല, അത് ഇരട്ടിച്ച് മണിക്കാതെയാണ് അത് ഓതേണ്ടത്. അൻ റ എന്ന് ഓതാൻ പാടില്ല, അർ റ. പിന്നെ ബാക്കി സുക്കൂനുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പറയണം. ഇന്ന, അവിടെ നൂനിന് ശബ്ദമാണ്, മണിച്ചോദനം. ഇല റബ്ബിക, റ ശ്രദ്ധിക്കുക. റബ്ബിക റുജ്അ, ജീമ് കൽക്കലൻ്റെ അക്ഷരമാണ്, തറപ്പിച്ച് പറയണം. റുജ് എന്ന് തറപ്പിച്ച് പറയണം, റുജ് അങ്ങനെ ഓതാൻ പാടില്ല. അറഅയ്തല്ലദീ യൻഹ, അറ ശ്രദ്ധിക്കുക. യൻഹ നൂനിനെ വ്യക്തമാക്കി പറയുക, ശേഷം വരുന്നത് ഹൽക്കിൻ്റെ അക്ഷരമാണ്. അബ്ദൻ, ബ കൽക്കലൻ്റെ അക്ഷരമാണ്, തറപ്പിച്ച് പറയണം. ദൻ എന്നുള്ളത് വ്യക്തമാക്കുക, അലിഫാണ് ഇതിന് ശേഷം വരുന്നത്. അബ്ദൻ. ഇദ സ്വല്ല, സ്വ ഇസ്തിലാഹിൻ്റെ അക്ഷരമാണ്, സാ എന്ന് പറയരുത്, സ്വ എന്ന് പറയണം. അറഅയ്ത, അവിടെയും റ. ഇൻ കാന വ്യക്തമാക്കാതെ മണിച്ചോതുക. അലൽ ഹുദ, അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഒരുപാട് നീട്ടണ്ട, അത് കൂട്ടി ഓതുകയാണെങ്കിൽ മാത്രമേ അവിടെ നീട്ടേണ്ടതുള്ളൂ. ഔ അമറ ബിത്തഖ്വാ, അവിടെയും ഖാഫ് കൽക്കലിൻ്റെ അക്ഷരമാണ്, ബിത്തഖ് എന്ന് തന്നെ പറയണം. അറഅയ്ത ഇൻ കദ്ദബ, നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചോതുക. വതവല്ല, അലം യഅലം ബി അന്ന, അവിടെ നൂനിന് ശബ്ദമാണ്, മണിച്ചോദനം. ബി അന്നല്ലാഹ, അല്ലാഹു എന്ന് ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം ബി അന്നല്ലാഹ എന്ന് പറയില്ല, ബി അന്നല്ലാ, ലോ ഇസ്തിലാഹിൻ്റെ അക്ഷരം പറയുന്ന രീതിയിൽ പറയണം. യറോ, റോയും ആ രീതിയിലാണ് ഉച്ചരിക്കുക. കല്ല ലഇല്ലം, ല ഇൻ പ്ലസ് ലം, അവിടെ ല ഇൻ ലം എന്ന് പറയില്ല,
നൂനിനെ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. ലാമു റാ വരുമ്പം നൂനിനെ അതിലേക്ക് ലയിപ്പിച്ച് ഓതണം, പക്ഷെ മണിക്കാനൊന്നും പാടില്ല. ഇല്ലം യന്തഹി അവിടെയും വ്യക്തമാക്കാതെ മണിച്ചോതുക. ലനസ്ഫഅൻ ബിന്നാസിയ ഇവിടെ ലനസ്ഫഅൻ എന്നാണ്, ശേഷം ബാ വരുന്നതുകൊണ്ട് നമുക്കറിയാം നൂനിനെ മീമാക്കി ഉച്ചരിക്കണം. തൻവീനാണെങ്കിൽ അവിടെ മീമാക്കണം. ലനസ്ഫഅൻ എന്നുള്ളത് ലനസ്ഫഅം ബി ആണ് വരുന്നത്. അതുകൊണ്ട് നാസിയ നൂനിന് ശബ്ദം അവിടെ മണിച്ചോതുക ബിന്ന എന്ന രീതിയിൽ. നാസിയത്തിൻ കാദിബത്തിൻ അവിടെ നാസിയത്തിൻ എന്നുള്ള ആദ്യത്തത് വ്യക്തമാക്കാതെ മണിച്ചോദനം. കാദിബത്തിൻ എന്നുള്ളത് വ്യക്തമാക്കി ഓതണം. ശേഷം ഹൽക്കിൻ്റെ അക്ഷരമാണ് ഖ. ഖാതിഅ ഫൽ യദ്ഉ ദാല് കൽക്കലൻ്റെ അക്ഷരമാണ്, തറപ്പിച്ച് വേണം ഓതാൻ. നാദിയ അവസാനം ഹാ വരുമ്പോൾ ഹാക്ക് സുക്കൂനാവുമ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ കേൾക്കൂല. അവിടെ സൈലൻ്റ് ആയ രീതിയിൽ ഓതിയാലും മതി. നാദിയ എന്നുള്ള രീതിയിൽ. സനദ് ദാലിന് സുക്കൂന് തറപ്പിച്ച് പറയണം. സബാനിയ സനദ് സബാനിയ. കല്ല ലാ തുതിഉഹു വസ്ജുദ് അവിടെയും ദാല് സുക്കൂനാണ്, അത് തറപ്പിച്ച് പറയണം, കൽക്കലയാണ്. വഖ്തരിബ് അതുപോലെ കോഫും ബാവും ഈ മൂന്ന് അക്ഷരങ്ങളും കൽക്കലൻ്റെ അക്ഷരങ്ങളാണ്, തറപ്പിച്ച് വേണം പറയാൻ.